നമസ്കാരം. സ്പീക്കർ എൻ ഷംസീറാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. എന്തായാലും ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒരു വമ്പൻ ഒരു ഹിറ്റ് മാത്രമല്ല സമ്മാനിക്കുന്നത്, അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു വലിയ മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ ഷംസീറിനെയും കൊണ്ടാണ് ഈ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ബുക്ക് ചെയ്യിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി. ഈ സിനിമ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേക നന്ദിയും പ്രകാശിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് ഇന്നലെ എത്തുകയും സിനിമ വലിയ രീതിയിൽ തന്നെ മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. സിനിമയുടെ തിരക്കഥയും അതുപോലെ തന്നെ സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഹനീഫ് അദാനി എന്ന് പറയുന്ന ഏറ്റവും നമ്പർ 1 ഗംഭീരമായിട്ട് മേക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണെന്ന കാര്യം കൂടി എടുത്തു പറയുകയാണ്. നമുക്കറിയാം, ഉണ്ണിമുകുന്ദന്റെ സിനിമകൾ സ്വാഭാവികമായിട്ടും തിയേറ്ററുകളിൽ എത്തുമ്പോൾ പലപ്പോഴും വിവാദങ്ങളിൽ ഏർപ്പെടുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. കാരണം ഉണ്ണി നടത്തുന്ന പല പ്രതികരണങ്ങൾ തന്നെയാണ് ഉണ്ണിയുടെ സിനിമയെ പലപ്പോഴും വെട്ടിലാക്കാറുള്ളത്. ഒന്നല്ലെങ്കിൽ ഒരു BJP അനുകൂല, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല, അല്ലെങ്കിൽ RSS അനുകൂല ചില പ്രതികരണങ്ങൾ ഇദ്ദേഹം രേഖപ്പെടുത്തും. അത് ഇദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വലിയ ക്ഷീണം പലപ്പോഴും ചെയ്യാറുണ്ട്. നമുക്കറിയാം, ഉണ്ണിമുകുന്ദൻ ഒരു തികഞ്ഞ ഒരു BJP കാരനാണ്, അദ്ദേഹം ഒരു സംഘപുത്രനാണ് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കമില്ല. അത് അദ്ദേഹത്തിന്റെ സിനിമ കരിയറിൽ വലിയ രീതിയിലുള്ള അദ്ദേഹത്തിന് കോട്ടവും പലപ്പോഴും സമ്മാനിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ സിനിമയും രാഷ്ട്രീയവും രണ്ടും രണ്ടായി കൊണ്ടുപോയില്ലെങ്കിൽ അത് വലിയ അപകടമാണെന്ന് നമ്മൾ ഉണ്ണിമുകുന്ദനിലൂടെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, മമ്മൂട്ടിക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ പലർക്കും ഇത്തരത്തിൽ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ അവരാരും ഒരു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി വന്നിരിക്കുമ്പോൾ അത്തരത്തിലുള്ള പൊളിറ്റിക്സ് പറയാറില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കാം എന്നൊക്കെയാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഉണ്ണിമുകുന്ദനാകട്ടെ ഈ പറയുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം അതിന് പ്രതികരണം രേഖപ്പെടുത്താറുണ്ട്. അത് ആ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ദോഷവും ഉണ്ടാക്കാറുണ്ട്. ആ സിനിമ, അതായത് പലപ്പോഴും നല്ല സിനിമയാണെങ്കിൽ പോലും തകർന്നടിയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഈ പറയുന്നത് പോലെ ഉണ്ണിമുകുന്ദനെ നമുക്ക് ഒരിടത്തും തന്നെ കാണാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോഷൻ കാര്യമായിട്ട് നടന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരിടത്തും മാർക്കോയുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ മാർക്കോ സിനിമയായിട്ട് ബന്ധപ്പെട്ട് മറ്റുള്ള സിനിമകൾക്ക് നടത്തിയതുപോലുള്ള ഒരു പ്രൊമോഷൻ വർക്കും ഒന്നും എങ്ങും കാണാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. അത് ഈ സിനിമയ്ക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ സിനിമയ്ക്ക് ഇപ്പോൾ എല്ലാ രീതിയിലും വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഒരു റിപ്പോർട്ടാണ് എല്ലായിടത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അതൊരു എന്താ പറയാ, ഒരു കൊടൂര മാസ് വയലൻസ് മൂവി എന്ന് തന്നെ വേണമെങ്കിൽ ഈ സിനിമയെ വിശേഷിപ്പിക്കാം. സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പല വയലൻസ് രംഗങ്ങളാണ്. സർട്ടിഫിക്കറ്റ് ആണ് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ഈ സിനിമ എന്തായാലും കാണാൻ പറ്റില്ല. കുട്ടികളെ ഈ സിനിമ കാണിക്കരുത് എന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. അത്രത്തോളം വയലൻസ് ഈ സിനിമയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കണ്ടിരിക്കാവുന്ന എല്ലാ രീതിയിലുള്ള സെഗ്മെന്റും ഫാക്ടേഴ്സും ഒക്കെ അടങ്ങിയ ഒരു സിനിമ തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ ഈ പറയുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമ. ഒരുപക്ഷെ ഉണ്ണിമുകുന്ദൻ ഇത്തരത്തിലുള്ള ഈ പ്രൊമോഷനിൽ നിന്നൊക്കെ മാറി നിന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ സിനിമകൾക്കൊക്കെ നടത്തിയതുപോലെ പ്രൊമോഷനൊക്കെ നടത്താത്തത് കൊണ്ടായിരിക്കാം ഈ സിനിമയ്ക്ക് ഒരു വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളൊന്നും കാര്യമായി വരാതിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ സിനിമ നല്ല സിനിമയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ വലിയ രീതിയിൽ തന്നെ തിയേറ്ററുകളിൽ ഓടുന്നു. മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പടം പല ഇൻഡസ്ട്രിയിലും ഹിറ്റാകുന്ന സാഹചര്യം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ച് ഒരു പാഠമായിട്ട് ഉണ്ണിമുകുന്ദൻ എപ്പോഴും എടുക്കുന്നത് നല്ലതാണ്. സിനിമാ നടനായിരിക്കുമ്പോൾ സിനിമാ നടനായിട്ടിരിക്കുക, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തം കരിയർ നശിപ്പിക്കും എന്നൊരു തിരിച്ചറിവ് ഉണ്ണിമുകുന്ദന് ഇനിയെങ്കിലും വരേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം, എം ഷംസീറാണ് ഈ സിനിമയുടെ ആദ്യത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ശരിക്കും തിരിച്ചറിയേണ്ടത്. അതായത് ഇത്തരത്തിലുള്ള ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഉണ്ണിമുകുന്ദൻ ഒരു BJP കാരനാണ്, BJP കാരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം നരേന്ദ്രമോദിയൊക്കെ ആയിട്ട് പലപ്പോഴും വേദി പങ്കിട്ടുള്ള ഒരാളാണ്. സംഘപരിവാരങ്ങളുടെ RSSന്റെ ഒക്കെ പല വേദികളിലുമൊക്കെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ആ സിനിമയുടെ ആദ്യ ടിക്കറ്റ് എടുക്കണം, ബുക്ക് ചെയ്യണം എന്ന് ഷംസീറിന്റെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹം അത് തിരസ്കരിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ അദ്ദേഹം ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് കലയെയും രാഷ്ട്രീയത്തെയും രണ്ടായി കാണുന്ന നമുക്ക് ഷംസീറിനെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ തിരിച്ചറിയേണ്ടത്. ഈ സിനിമ നല്ല രീതിയിൽ ഓടുമ്പോൾ ഈ സിനിമ നല്ലതാണ് എന്ന് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഒരു മടിയുമില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരു സിനിമ നല്ലതാണെങ്കിൽ ആ സിനിമ
നല്ലതാണ് എന്ന് തന്നെ പറയും. അല്ലാതെ ഇതൊരു സംഖ്യയുടെ പടമാണ്, ഇതൊരു സംഘപുത്രന്റെ പടമാണ്, ഈ പടം നശിച്ചു പോകട്ടെ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ പ്രതികരണം നടത്തുന്നവരുടെ ലിസ്റ്റിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരെ കാണാൻ ഒരു സാധ്യതയുമില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അന്നമാണെന്ന് നന്നായി തന്നെ ഇടതുപക്ഷ അനുഭാവികൾക്കും ഇടതുപക്ഷത്തിനും നന്നായി അറിയാം. ആ സിനിമയിൽ അഭിനയിച്ച നടന് ചിലപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയം ഉണ്ടാവും. പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കടന്നാക്രമിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ആ ആക്രമണം അത് പലരെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ സിനിമ ഒരു ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുന്ന നിരവധി ആളുകൾക്ക് അത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നന്നായി ഇടതുപക്ഷത്തിന് അറിയാവുന്നതുകൊണ്ട് ഇടതുപക്ഷം ഒരു രീതിയിലും ഈ പറയുന്നത് പോലെ ഈ സിനിമയെ കടന്നാക്രമിക്കുന്നില്ല, ഒരു സിനിമയും കടന്നാക്രമിക്കുന്നില്ല. എന്നാൽ എവിടെയാണ് ഉണ്ണി മുകുന്ദനെ ഇടതുപക്ഷം കടന്നാക്രമിക്കാറുള്ളതെന്ന് ചോദിച്ചാൽ, ഉണ്ണി മുകുന്ദൻ സിനിമയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രമോഷനുകളെ അല്ല ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നടത്തുന്ന ചില പ്രതികരണങ്ങൾ, രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന ചില കമന്റുകൾ, അതിലാണ് ഇടതുപക്ഷത്തിന് കടുത്ത അതിർത്തിയുള്ളത്. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് യാതൊരു യോജിപ്പും ഉള്ള ആളല്ല. എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് കടുത്ത വിയോജിപ്പാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമകൾ നല്ലതാണ് എങ്കിൽ നല്ലതാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല. കാരണം ഞാൻ ഇന്നലെ സിനിമ കണ്ടിട്ട് വളരെ പോസിറ്റീവായിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി ഒരു റിവ്യൂ നൽകിയ ഒരു വ്യക്തി കൂടിയാണ്. പക്ഷെ അദ്ദേഹം പറയുന്ന പൊളിറ്റിക്സ്, അദ്ദേഹം ഈ പറയുന്ന ബിജെപിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്ന പല കാര്യങ്ങൾ, അതിനെയൊന്നും നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അത് അത്തരത്തിൽ അദ്ദേഹത്തിന് അകത്ത് കിടക്കുന്ന പൊളിറ്റിക്സ് ആണ് അദ്ദേഹം തുറന്നു പറയുന്നത്. അത്തരത്തിലുള്ള പൊളിറ്റിക്സ് പറയാനായിട്ട് ഉണ്ണിമുഖത്തിന് എന്തെങ്കിലും രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള ഒരു നാടാണ് നമ്മുടേത്. അതിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ നാട്ടിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഒരു സിനിമാ നടനായിരിക്കുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയങ്ങൾ തുറന്നു പറയാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതാണ് സിനിമാ മേഖലയിൽ അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ കരിയറിൽ ഒന്നാമതെത്താനും അല്ലെങ്കിൽ വലിയ നിലയിലെത്താനും ഒക്കെ ഗുണം ചെയ്യുക എന്ന് നമുക്ക് മഹാനടന്മാരെ തന്നെ കണ്ട് വേണമെങ്കിൽ പഠിക്കാം എന്നാണ് പറയാനുള്ളത്. നമുക്കറിയാമല്ലോ, സിനിമയിലുള്ള എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്, എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ നശിച്ച് നാരായണക്കൽ എടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി എടുത്തു പറയണം. സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്താണെന്നത്തെ, അതുപോലെ തന്നെ പല നടന്മാരെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുമല്ലോ. എന്തായാലും മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒരു ഒന്നൊന്നര വയലൻസ് മൂവിയാണ്. ഈ സിനിമ ഒരു പ്രതികാര കഥയാണ് പറയുന്നത്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒക്കെ ഒന്നിനോടൊന്ന് മെച്ചമാണ്. രണ്ടാം പകുതിയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. സിനിമയുടെ മ്യൂസിക്, കഥാ പശ്ചാത്തലം, അതുപോലെ തന്നെ മേക്കിംഗ്, ക്യാമറ, ഇതൊക്കെ അതിഗംഭീരമെന്ന് പറയാതെ വയ്യ. നമുക്ക് അന്താരാഷ്ട്ര വിപണിയിൽ പോലും സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ മാർക്കോയെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ സിനിമയിലെ വയലൻസ് രംഗങ്ങൾ അത് നമ്മളെയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ് എന്ന കാര്യം എടുത്തു പറയുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, കുട്ടികളുമായി സിനിമ കാണാൻ നിങ്ങൾ പോകരുത് എന്ന കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.